ഹായ് ഗെയ്സ്, ഞാൻ ഷാനിക്കടവത്ത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ കറണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊരു കാര്യമാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ. അത് നമ്മുടെ ലോകചരിത്രത്തിൽ എത്ര നിർണായകമായ കാര്യങ്ങളാണെന്നുള്ളതാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ ആൻഷ്യൻ്റ്, മിഡീവിയൽ, മോഡേൺ ഇങ്ങനെയാണല്ലോ ഹിസ്റ്ററി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആൻഷ്യൻ്റ് ഹിസ്റ്ററിയിലാണ് ഈ ഇസ്രായേലിനെ കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നത്. അതിനകത്ത് ഓരോ സിവിലൈസേഷനും ഉണ്ട്. അതിനകത്തുള്ള ഒരു യഹൂദ വിഭാഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. ജൂത വിഭാഗം എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതായത് ഇന്നത്തെ ഈ ഇസ്രായേൽ എന്ന ഈ കാനാൻ ദേശം എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ കാനാൻ ദേശം എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധിയുള്ള ഒരു രാജ്യമാണ്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്ത് ഈ അബ്രഹാമിൽ നിന്നും തുടങ്ങുന്നതാണ് ഈ കാര്യം. ഇതിനു മുമ്പ് തലമുറകളുണ്ട്, പക്ഷേ അബ്രഹാമിന് മക്കളില്ല. അങ്ങനെ ദൈവം ഈ അബ്രഹാമിനോട് പറയുന്ന, അബ്രഹാമിൻ്റെ ഭാര്യ സാറയാണ്. മക്കളില്ലാത്തതിൻ്റെ ദുഃഖം അവർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പല രീതിയിൽ അപമാനിക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ ഈ പരിച്ഛേദനം ചെയ്ത നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു. അങ്ങനെ അവർക്ക് ഇസഹാക്ക് എന്ന ഒരു മകൻ ജനിക്കുന്നു. ആ ഇസഹാക്കിൻ്റെ മകനാണ് യാക്കോബ്. ഈ യാക്കോബാണ് ഇവിടേക്ക് കാനാൻ ദേശത്തേക്ക് പോകുന്നത്. ഈ യാക്കോബ് അവിടെ അടിമയാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം യാക്കോബും മക്കളും ഭയങ്കര ധനസമൃദ്ധിയിൽ ഒരുപാട് സ്വത്തുക്കളൊക്കെ അവിടെ നിന്ന് അവർ നന്നായി പച്ച പിടിച്ച് വളർന്നു വലുതായി. അവരുടെ സൊസൈറ്റി, അവരുടെ ട്രൈബ്സ് വളരെ വലുതായിട്ട് വളർന്നു. അങ്ങനെ ദൈവം അവർക്ക് ഒരു ഈ കാനാൻ ദേശത്തിൽ അവർക്ക് ഒരു അതിരുകളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതായത് തെക്കു ഭാഗത്ത് സീൻ മരുഭൂമി തൊട്ട് ഈജിപ്ത് വരെയുള്ള ഭാഗവും, കിഴക്ക് ഹസാർ എനാനിൽ തുടങ്ങി കിഴക്ക് റിബ്ല വരെ, അതിന് കിഴക്ക് കിന്നരത്ത് തുടങ്ങി ജോർദാൻ വരെ, ഇതൊക്കെ പിന്നീട് പിടിച്ചടക്കുന്നുണ്ട്. അത് ദാവീദിൻ്റെ കാലത്ത് അതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പടിഞ്ഞാറ് കടലും, പിന്നെ വടക്ക് കടൽ മുതൽ ഹോർമല വരെ, ഏനാൻ ദേശം വരെ, ഇങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്ന അതിർത്തി. പിന്നീട് അവർ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കാനാൻ ദേശത്ത് ഈജിപ്തിൽ ഇവർ ഭയങ്കരമായിട്ട് അടിമയാക്കപ്പെടും. ഇവരുടെ വളർച്ച കണ്ടിട്ട് രാജാക്കന്മാർക്കെല്ലാം ഭയങ്കര ഭയം തോന്നും. അങ്ങനെ അവർ അവിടെ അടിമയാക്കപ്പെടും. അടിമയായതിന് ശേഷം മോശയാണ് ഈ അടിമയിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നത്. അതിനുശേഷം അവർ അവിടെ കിടന്ന് കുറേ കഷ്ടപ്പെട്ട് അങ്ങനെ കുറേ അവരുടെ നേർക്ക് കഷ്ടപ്പെടുന്ന അവരുടെ നേർക്ക് ബാബിലോണിയൻസിൻ്റെ ഒരുപാട് അറ്റാക്ക് നടക്കും. ബാബിലോണിയൻസ് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ ഭയങ്കര അതിക്രൂരമായിട്ടാണ് അതേ രീതി ബാബിലോണിയൻ ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അറ്റാക്ക്, അതേ രീതിയിൽ തന്നെ അവർ മറ്റുള്ളവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് അവർ കുറേ ട്രൈബ്സായിട്ടാണ് 12 ട്രൈബ്സായിട്ടാണ് അവരവിടെ ഇങ്ങനെ ഉണ്ടായത്. പക്ഷെ അതിനെക്കുറിച്ച് വലിയ വ്യക്തമായ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവരിങ്ങനെ കുറേ വളർന്നു, പിന്നെ അവർ കുറേ അറ്റാക്ക് ചെയ്തു. അതിനകത്ത് ഏറ്റവും ഈ ഇസ്രായേൽ രണ്ടായിട്ട് ഇങ്ങനെ പിളർക്കുന്നുണ്ട്. അത് തെക്കും വടക്കുമായിട്ടാണ് രണ്ടായിട്ട്. ദാവീദിൻ്റെ കാലത്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബാബിലോണിയൻസ് സാധാരണ മെസപ്പൊട്ടോമി, അതായത് ഇന്നത്തെ ഇറാഖ്, പിന്നെ ഇറാൻ എന്ന് പറയുന്നത് പേർഷ്യയാണ്, ഇറാഖ് എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ തന്നെയുണ്ട്. അതുപോലെ തന്നെ പേർഷ്യ ഉണ്ട്. ഇവർ ഈ റെഡ് സീ ഒക്കെ കടന്നിട്ടാണ് ഈ പോകുന്നത്.
ഈ ദൈവം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത്. മെയിനായിട്ടുള്ളത് കനാൻ ദേശം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല വളരെ വിഭവ സമൃദ്ധി എന്ന് പറഞ്ഞാൽ പാലും തേനും ഒഴുകിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വർഗ്ഗതുല്യമായ വളരെ ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ പോകുന്നതും അവർ ഇതൊക്കെ പിടിച്ചെടുക്കുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അന്ന് തൊട്ടേ ഉള്ള പ്രശ്നങ്ങളാണ് അത്. അതിനകത്ത് ഓരോ സ്റ്റേറ്റ്സിൽ അതിനകത്തുള്ള ഓരോ ഭാഗത്തും നടക്കുന്ന കാര്യങ്ങൾ. ഇത്രയാണ് എനിക്ക് ഇസ്രായേലിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.